ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാളായി ഒരു ഓൺ വോയിസ് ഇങ്ങനെ വന്നിട്ട്, അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന് ആ ദിവസം എത്തി. യെസ്, നാട്ടിൽ പോണ ദിവസം. അപ്പോൾ നാട്ടിൽ പോകാനായിട്ട് ചില്ലറ പർച്ചേസിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ അജ്മാൻ ഡേറ്ററിയിലാണ് ഞാൻ വന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ പർച്ചേസ്. എൻ്റെ പൊന്നെ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ പിൻട്രസ്റ്റൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു കലവറയാട്ടോ. ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അതൊന്നും മേടിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു, പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ആൻഡ് നമ്മൾ നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർക്കാട്ടോ പോകുന്നത്. എൻ്റെ ഫാമിലി എല്ലാവരും ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു തീരുമാനമാണ്. അവിടെ നാട്ടിലോട്ട് പോകുന്നില്ല ഇപ്രാവശ്യം, ഇവിടെ തന്നെ നിൽക്കാം, UAE തന്നെ നിൽക്കാം എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ മൈൻഡ് മാറി, ഒറ്റ മൈൻഡിൽ പെട്ടെന്ന് തോന്നി. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, എയർപോർട്ടെത്തി, എമിഗ്രേഷൻ കഴിഞ്ഞു. അങ്ങനെ അതാ ഗേറ്റിലോട്ട് പോവാണ്. ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് നമുക്കധികം വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ക്ലിപ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ ടയേർഡാണെന്ന് വെച്ചാൽ ടയേർഡാണ്. ഞാനിങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെ യാത്ര പൊതുവേ ആരും പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ ഒരു മൈൻഡിനും എൻ്റെ ഒരു മേ ബി സ്ട്രോങ് വില്ലുള്ളതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ സോ ഫാർ സോ ഗുഡാണ്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതാ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ കുറേ നടക്കാനുണ്ട് കേട്ടോ, അതാണ് ഭയങ്കര ടയറിങ് ആയത്. അങ്ങനെ നടന്ന് എൻ്റെ ഗേറ്റ് B32 ആയിരുന്നു. ഫൈനലി അവിടെ എത്താനായി. അവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് വിശന്നിട്ട് വയ്യ. എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്താൽ എല്ലായിടത്തും ഒന്നാമത് ഭയങ്കര തിരക്കും. ആൻഡ് ഫൈനലി ഞാൻ കോസ്റ്റ് എന്നൊരു ചെറിയ കോഫി കുടിച്ചു. ആക്ച്വലി കോഫി അത്ര നല്ലതല്ല ഫസ്റ്റ് ട്രൈമസ്റ്ററിലിരിക്കുമ്പോൾ, പക്ഷെ സ്റ്റിൽ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കോഫിയെ കുടിച്ച് 8:20 ആയിരുന്നു എൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഓൺ വേ ടു മൈ സീറ്റ്. എങ്ങനെയും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൂ കേട്ടോ ഇപ്പോൾ, കാരണം നടന്ന് വയ്യാണ്ടായി. അങ്ങനെ ഇതാ ഞാനൊരു പടമൊക്കെ കണ്ട്, കുടുംബസ്ഥൻ നല്ല മൂവിയായിരുന്നു കേട്ടോ, അതും കണ്ട്. അങ്ങനെ മീൻ വൈൽ ഫുഡൊക്കെ എത്തി. നല്ല ഫുഡായിരുന്നു. പിന്നെ പറയാൻ എമിറേറ്റ്സിൽ എന്തായാലും നല്ല ഫുഡായിരിക്കുമല്ലോ, നല്ല ഫുഡായിരുന്നു. പക്ഷെ അധികം അങ്ങ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറിപ്പോയി. അങ്ങനെ ഫുഡൊക്കെ അതേ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീര റൈസും ചിക്കൻ കറിയും പിന്നെ ബ്രൗണി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, ബണ്ണും ബട്ടറും. ജീര റൈസ് നല്ലതായിരുന്നു, ചിക്കൻ കറി അത്ര പോരാ, ബട്ട് ഓക്കെ. വിശപ്പിൻ്റെ ആയാലും പിന്നെ ഇനിയും ഗ്യാസ് കയറണ്ടെന്ന് ഓർത്തങ്ങ് കഴിച്ചു. അങ്ങനെ ചോറും ബണ്ണും എല്ലാം എനിക്കിഷ്ടമായത് ബണ്ണും ബട്ടറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രൗണി ടേസ്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ ഒരു സ്റ്റൈലായിരുന്നില്ല, ഭയങ്കര കഫിനായിരുന്നു, അത് ഭയങ്കര കയ്പ്പാണ്. അങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മുടെ റഹ്മാൻ സാറിൻ്റെ പാട്ടൊക്കെ ആയിട്ട് റിലാക്സായിട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താനായി, ജസ്റ്റ് 50 മിനിറ്റ്സ് അങ്ങനെ കണ്ടാന്നുള്ളൂ. അങ്ങനെ ചേട്ടായി വന്നു, ഇതാ ബാക്ക് ടു ഹോം. അങ്ങനെ എല്ലാവരും കാണാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് പോകണം, കാരണം ഒന്നാമത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിലും മമ്മിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡാണ് കാണാൻ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ ബൈ, ടേക്ക് കെയർ.